ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SQL ജോയിൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ജോയിൻസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ ടേബിൾസിൻ്റെ കണ്ടൻറ്റ് എനിക്ക് കമ്പൈൻ ചെയ്ത് റിട്രീവ് ചെയ്യണം, എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ജോയിൻസ് യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും SQL യൂസ് ചെയ്യുന്ന ജോയിൻസ് ആണ് ഇന്നർ ജോയിൻ, ലെഫ്റ്റ് ഔട്ടർ ജോയിൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ജോയിൻ എന്ന് പറയാം, റൈറ്റ് ഔട്ടർ ജോയിൻ, ഫുൾ ഔട്ടർ ജോയിൻ ആൻഡ് സെൽഫ് ജോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇന്നർ ജോയിൻ. ഇന്നർ ജോയിൻ കീവേഡ് സെലക്ട്സ് റെക്കോർഡ്സ് ദാറ്റ് ഹാവ് മാച്ചിങ് വാല്യൂസ് ഇൻ ബോത്ത് ടേബിൾസ്. അതായത് എനിക്ക് രണ്ട് ടേബിൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് ടേബിളിലെയും മാച്ചിങ് ആയിട്ടുള്ള റെക്കോർഡുകൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് ഇന്നർ ജോയിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡയഗ്രാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു റിയൽ ടൈം എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എംപ്ലോയി ഉണ്ട്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ 5 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, എംപ്ലോയി ടേബിളിൽ 5 എംപ്ലോയീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറയുന്ന പ്രൈമറി കീ, എംപ്ലോയി ടേബിളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ഫോറിൻ കീ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എംപ്ലോയി ടേബിൾ നോക്കുവാണെങ്കിൽ നമുക്ക് ജോൺ, ആദ്യത്തെ റെക്കോർഡ് ജോണിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി 1 ആണ് വന്നിരിക്കുന്നത്. അതായത് ജോണിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് HR ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ പീറ്ററിന് 2 ആണ്, അതായത് പീറ്റർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ആകാശ് 1 ആണ്, ആകാശം വർക്ക് ചെയ്യുന്ന HR ഡിപ്പാർട്ട്മെൻറ്റാണ്. വീണ 3, വീണ വർക്ക് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഗോകുലിന് നേരെ ഡിപ്പാർട്ട്മെൻറ്റ് അസൈൻ ചെയ്തിട്ടില്ല, അപ്പം ഗോകുൽ ന്യൂ ജോയിനി ആയിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റ് അസൈൻ ചെയ്ത് കാണത്തില്ല. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയി ഈ രണ്ട് ടേബിളുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് രണ്ട് ടേബിളിലെയും മാച്ചിങ് ആയിട്ടുള്ള റെക്കോർഡുകൾ മാത്രമേ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുവാണെങ്കിൽ HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് എന്നീ 3 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് മാത്രമേ എന്തോ ഉള്ളൂ, എംപ്ലോയി ടേബിളിൽ റെക്കോർഡ്സ് ഉള്ളൂ അല്ലേ, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉള്ളൂ. സെയിൽസ് ആൻഡ് IT ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആരും തന്നെ എംപ്ലോയി ടേബിളിലില്ല. ഇനി നേരെ തിരിച്ച് എംപ്ലോയി ടേബിളിൽ നോക്കുവാണെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയില്ല, ഡിപ്പാർട്ട്മെൻറ്റ് അസൈൻ ചെയ്തിട്ടില്ല. അപ്പം ഗൂഗിൾ എന്ന് പറയുന്ന എംപ്ലോയിക്ക് മാച്ചിങ് ആയിട്ടുള്ള റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലും ഇല്ല. അപ്പോൾ ഇന്നർ ജോയിൻ ഉപയോഗിച്ച് നമ്മൾ ഈ രണ്ട് ടേബിളുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലെ സെയിൽസ് IT എന്ന് പറയുന്ന റെക്കോർഡ്സ് ഈ ഡിപ്പാർട്ട്മെൻറ്റോ, എംപ്ലോയി ടേബിളിലെ ഗൂഗിൾ എന്ന് പറയുന്ന എംപ്ലോയിയുടെ റെക്കോർഡോ എന്ത് ചെയ്യത്തില്ല, ഡിസ്പ്ലേ ചെയ്യത്തില്ല. അതാണ് ഇന്നർ ജോയിൻ എന്ന് പറയുന്നത്. മാച്ചിങ് ആയിട്ടുള്ള റെക്കോർഡുകൾ മാത്രമേ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. ഇനി നമുക്കതിൻ്റെ കുറി നോക്കാം. നോക്കിക്കേ, സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി ഇന്നർ ജോയിൻ ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ്. അതായത് എംപ്ലോയിയാണ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നേരെ തിരിച്ചാണ്, ഡിപ്പാർട്ട്മെൻറ്റിനെ എംപ്ലോയി ആയിട്ടാണ് ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നർ ജോയിൻ എംപ്ലോയി എന്ന് കൊടുക്കുക. ഇനി ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ എന്താണ്? സാധാരണ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് വെയർ ക്ലോസ് ആണ് കൊടുക്കുന്നത്, പക്ഷേ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺ എന്ന് പറയുന്ന കീവേഡാണ് കണ്ടീഷൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടീഷൻ എന്താണ്? എംപ്ലോയി ടേബിളിലെ ഡിപ്പാർട്ട്മെൻറ്റ് ID എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ID, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലെ പ്രൈമറി കീ എംപ്ലോയി ടേബിളിൽ ഫോറിൻ കീ ആയിട്ട് ഉണ്ടായിരിക്കണം. ഇതാണ് ഞാൻ കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ജോയിൻ ചെയ്ത റിസൾട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജോൺ, പീറ്റർ, ആകാശ്, വീണ ഈ 4 എംപ്ലോയീസും ആ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ സെയിൽസ് IT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റോ ഗോകുൽ എന്ന് പറയുന്ന എംപ്ലോയിയുടെ റെക്കോർഡോ ഈ ടേബിളിൽ വന്നിട്ടില്ല. അതാണ് ഇന്നർ ജോയിൻ. രണ്ട് ടേബിളിലെയും മാച്ചിങ് ആയിട്ടുള്ള റെക്കോർഡുകൾ മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി അടുത്തത് ലെഫ്റ്റ് ജോയിൻ ആണ്. ലെഫ്റ്റ് ജോയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് ടേബിൾ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ടേബിളിലെ റെക്കോർഡ്സ് കംപ്ലീറ്റും അതിന് മാച്ചിങ് ആയിട്ടുള്ള റൈറ്റ് ടേബിളിലെ റെക്കോർഡ്സും ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയി ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എംപ്ലോയിയാണ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒന്നെങ്കിൽ എംപ്ലോയി ലെഫ്റ്റ് ടേബിളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ലെഫ്റ്റ് ടേബിളായിട്ട് എടുക്കാം. ഇപ്പം ഞാൻ എംപ്ലോയി ലെഫ്റ്റ് ടേബിളായിട്ട് എടുക്കുവാണെങ്കിൽ എല്ലാ എംപ്ലോയീസും വരും, അതിന് മാച്ചിങ് ആയിട്ടുള്ള അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും വരും. ഇപ്പോൾ നേരത്തെ കേസിൽ ഗൂഗിളിൻ്റെ റെക്കോർഡ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കേസിൽ എന്ത് ചെയ്യും,
ഗോകുലിന് റെക്കോർഡ് വരും, പക്ഷെ ഗോകുലിന് ഡിപ്പാർട്ട്മെൻറ്റ് അസൈൻ ചെയ്യാത്തത് കൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് കോളത്തിന് നൾ വാല്യൂസ് ആയിരിക്കും വരിക. ഓക്കെ, ക്വറി നോക്കിക്കേ. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി ലെഫ്റ്റ് ജോയിൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ ക്വറി എഴുതുന്നതിനനുസരിച്ചിട്ടാണ് ലെഫ്റ്റ് ഏത് റൈറ്റ് ഏതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എംപ്ലോയി ലെഫ്റ്റ് ജോയിൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയി ലെഫ്റ്റ് ടേബിളും ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടേബിളുമായിട്ടായിരിക്കും എടുക്കുന്നത്. കണ്ടീഷൻ സെയിം കണ്ടീഷൻ തന്നെ. അപ്പം എല്ലാ എംപ്ലോയീസും അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്തത് റൈറ്റ് ജോയിൻ. റൈറ്റ് ജോയിൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ജോയിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ലെഫ്റ്റ് ജോയിൻ നമ്മൾ പറഞ്ഞ് ലെഫ്റ്റ് ടേബിളിലുള്ള കംപ്ലീറ്റ് റെക്കോർഡും അതിന് മാച്ചിങ് ആയിട്ടുള്ള റൈറ്റ് ടേബിളിലെ റെക്കോർഡും വരുമെന്നാണ് പറഞ്ഞത്. റൈറ്റ് ജോയിൻ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. റൈറ്റ് ടേബിളിലുള്ള എല്ലാ റെക്കോർഡ്സും വരും, അതിന് മാച്ചിങ് ആയിട്ടുള്ള ലെഫ്റ്റ് ടേബിളിലെ റെക്കോർഡ്സും വരും. അപ്പോൾ ഇവിടെ ആക്ച്വലി ഞാൻ എംപ്ലോയിയും ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ റൈറ്റ് ജോയിൻ ഉപയോഗിച്ചാണ് ഞാൻ ജോയിൻ ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ടേബിൾ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വരും, അതിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും വരും. അപ്പോൾ ഇവിടെ സെയിൽസും ഐ ടിയും വരും. സെയിൽസും ഐ ടിയിലും ആരും ഇല്ലാത്തതുകൊണ്ട് നള്ളായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വന്നിട്ടുണ്ട്. ആൻഡ് സെയിൽസ് ഐ ടിയിൽ എംപ്ലോയീസ് ആരും ഇല്ലാത്തതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നള്ളാണ് വന്നിരിക്കുന്നത്. ക്വറി സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി. ഇപ്പം റൈറ്റ് ജോയിൻ എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ് ജോയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. പിന്നെ നമ്മൾ കണ്ടീഷൻ കൊടുത്തു. ഇനി അടുത്തത് ഫുൾ ജോയിൻ അല്ലെങ്കിൽ ഫുൾ ഔട്ടർ ജോയിൻ. ഫുൾ ജോയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ റെക്കോർഡ്സും, അതായത് 2 ടേബിൾ ഉണ്ടെങ്കിൽ 2 ടേബിളിലെ എല്ലാ റെക്കോർഡ്സും മാച്ചിങ് നോൺ മാച്ചിങ് ആയിട്ടുള്ള എല്ലാ റെക്കോർഡ്സും ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് ഫുൾ ഔട്ടർ ജോയിൻ അല്ലെങ്കിൽ ഫുൾ ജോയിൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ കേസിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വരും, എല്ലാ എംപ്ലോയീസും വരും. അപ്പോൾ ക്വറി ഇതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി ഫുൾ ജോയിൻ ദെൻ ഡിപ്പാർട്ട്മെൻറ്റ്, കണ്ടീഷൻ കൊടുക്കുക. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്വറി നമ്മൾ പോസ്റ്റ്ഗ്രേ SQLോ ഒറക്കിളിലോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ SQL സെർവറിലോ ഒക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടും. പക്ഷേ MySQL ഇത് എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എറർ ആയിരിക്കും കിട്ടുക. കാരണം ഈ ക്വറി MySQL എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഫുൾ ജോയിൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ക്വറി യൂസ് ചെയ്യാം. ഈ ക്വറി നോക്കിക്കേ, ആദ്യത്തെ ക്വറി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ജോയിൻ ആണ്, ലെഫ്റ്റ് ജോയിൻ്റെ ക്വറിയാണ്. യൂണിയൻ റൈറ്റ് ജോയിൻ്റെ ക്വറി നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഫുൾ ജോയിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, നോക്കിക്കേ, എല്ലാ എംപ്ലോയീസും വന്നിട്ടുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വന്നിട്ടുണ്ട്. ഇനി അടുത്തത് സെൽഫ് ജോയിൻ. സെൽഫ് ജോയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടേബിളേ ഉള്ളൂ, ആ ടേബിളിൽ തന്നെ അതിനെ തന്നെ ജോയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ സെൽഫ് ജോയിൻ യൂസ് ചെയ്യുന്നത്. സെൽഫ് ജോയിൻ ഇസ് എ റെഗുലർ ജോയിൻ ബട്ട് ദ ടേബിൾ ഈസ് ജോയിൻ വിത്ത് ഇറ്റ് സെൽഫ്. ഒരു ടേബിൾ അതിനെ തന്നെ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു എംപ്ലോയി ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എംപ്ലോയി ടേബിളിൽ ID, നെയിം, സാലറി, മാനേജർ ID ഉണ്ട്. അപ്പോൾ ആദ്യത്തെ റെക്കോർഡ് നോക്കുവാണെങ്കിൽ 1 ജോൺ 90,000 മാനേജർ ID നള്ളാണ് വന്നിരിക്കുന്നത്. അതായത് ജോൺ എന്ന് പറയുന്ന എംപ്ലോയിക്ക് മാനേജർ ഒന്നുമില്ല, ആളൊരു സീനിയർ എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. ആൻഡ് 2 അലക്സിൻ്റെ മാനേജർ ID 1 ആണ് വന്നിരിക്കുന്നത്. അപ്പം അലക്സിൻ്റെ മാനേജർ ID 1 എന്ന് പറയുന്ന ആരാണ്? ജോൺ ആണ്. അപ്പോൾ അലക്സിൻ്റെ മാനേജർ ആരാണ്? ജോൺ ആണ്. കിരണിൻ്റെ മാനേജർ ID 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 8 എന്ന് പറയുന്നത് എംപ്ലോയി റെക്കോർഡ് നോക്കി, 8 എന്ന് പറയുന്നത് രാജാണ്. അതായത് കിരണിൻ്റെ മാനേജർ രാജാണ്. മൈക്കിൾ 1, മൈക്കിളിൻ്റെയും ജോണാണ്. കപിൽ 3, കപിലിൻ്റെ ആക്ച്വലി കിരണാണ്. ഫാസിലിന് ആക്ച്വലി മാനേജർ ID കൊടുത്തിട്ടില്ല, അപ്പം ഫാസിലിനും ഇല്ല, ആരല്ല മാനേജറില്ല. അംസൽ 1 ആണ്, അംസലിൻ്റെ മാനേജർ ജോണാണ്. രാജ് 7, രാജിൻ്റെ മാനേജർ എന്ന് പറയുന്നത് അംസലാണ്. അപ്പോൾ എനിക്ക് വേണ്ട റിക്വയർമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ എംപ്ലോയിയുടെയും കറസ്പോണ്ടിങ് ആയിട്ട് അവരുടെ മാനേജറും കൂടെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ മാനേജറിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മളത് അവിടെ യൂസ് ചെയ്യുന്നത് സെൽഫ് ജോയിൻ ആണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വറി ഇതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി E ലെഫ്റ്റ് ജോയിൻ എംപ്ലോയി M. E എന്ന് പറയുന്ന എംപ്ലോയി M എന്ന് പറയുന്നത്
മാനേജറിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സെൽഫ് ജോയിനും ലെഫ്റ്റ് ജോയിൻ എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് കണ്ടീഷൻ കൊടുത്തു. കണ്ടീഷൻ എന്താണ്? ഓൺ ഇ ഡോട്ട് മാനേജർ ഐ ഡി, അതായത് എംപ്ലോയിയുടെ മാനേജർ ഐ ഡി എന്ന് പറയുന്നത് ഈക്വൽ ടു എം ഡോട്ട് ഐ ഡി, അതായത് മാനേജറിൻ്റെ ഐ ഡിക്ക് ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കാണാം ഓരോ എംപ്ലോയിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാനേജറും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ സെൽഫ് ജോയിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജോയിൻസ് SQL യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റുകളൊക്കെ നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്